നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഹാളിൽ ഒത്തുകൂടി. അവിടെ ഇടതു ഭാഗത്ത് ചേർന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഇപ്പോഴത്തെ രാജഭരണം നമുക്ക് നിർത്തേണ്ട ആവശ്യകതയുണ്ട്, തുല്യതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ വലതുവശത്ത് കൂടിയിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: തൽസ്ഥിതി തുടർന്ന് പോകുന്നതായിരിക്കും നല്ലത് എന്ന അഭിപ്രായമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പിൽക്കാലത്ത് തൊഴിലാളി വർഗത്തിനെക്കുറിച്ചും സാമൂഹിക സുരക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിലെ സാമ്പത്തിക സ്ഥിതിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും സംസാരിക്കുന്നവരെ ഇടതുപക്ഷത്തിരുന്ന രാഷ്ട്രീയക്കാരുമായിട്ട് ഉപമിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിലെ സാമൂഹിക ക്രമത്തിനെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും സ്വകാര്യവൽക്കരണത്തിനെക്കുറിച്ചും സംസാരിക്കുന്നവരെ വലതുപക്ഷത്തിരുന്ന രാഷ്ട്രീയക്കാരുമായിട്ട് ഉപമിച്ചു. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സെൻട്രിസ്റ്റ് വിഭാഗത്തിനെയും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കാണാൻ സാധിക്കും. പൊതുവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷമെന്നും BJP പാർട്ടിയെ വലതുപക്ഷമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ സെൻട്രിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഏത് ആശയമാണ് നമ്മുടെ നാടിന് നല്ലതായിട്ട് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.